നമസ്കാരം. ആർക്കും ഇന്ത്യ മാതൃകയാണ്, അല്ലെങ്കിൽ ആർക്കും എന്ത് കാര്യത്തിനും മാതൃകയാക്കാൻ പറ്റിയ രാജ്യമാണ് ഇന്ത്യ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. പറഞ്ഞു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രീതികൾ നിലവിൽ അത്രയ്ക്കങ്ങ് പോരാ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കാൻ ഉപദേശിച്ചിരിക്കുകയാണ് വിദഗ്ധർ. അതായത് മോദിയുടെ ആ തലയെടുപ്പും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എല്ലാം കണ്ടുപഠിക്കാനാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. അതായത് ഏതൊരു രാജ്യത്തിനും അതിന്റെ ദേശീയ അഭിമാനം, സുരക്ഷ, ബഹുമതി എന്നിവ കൃത്യമായി നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയാണ് ചെറിയ തർക്കങ്ങൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങാതെ വ്യക്തി, രാജ്യം, സമൂഹം എന്നൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യന്തം പ്രധാനമാണെന്നും ഇന്ത്യയുടെ ഉദാഹരണം കാണിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഭിമാനത്തെയും ബഹുമതിയെയും കേവലം ആഡംബരമായി കാണാതെ ദൂരവ്യാപകമായി തന്ത്രപരമായ ആസ്തിയായി പരിഗണിച്ച് മുന്നോട്ടു പോകാൻ ഇന്ത്യയിൽ നിന്നും ഇസ്രയേൽ പഠിക്കണമെന്നാണ് പ്രമുഖ ഇസ്രയേലി പ്രതിരോധ നയ വിദഗ്ധനായ സാക്ഷി ഷാലോമിന്റെ അഭിപ്രായം. ലോകശ്രദ്ധ നേടുകയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടുകളെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് മിസ്കാവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സയൻസ് സ്ട്രാറ്റജിയിലെ സീനിയർ ഫെലോഷിപ്പായ ഷാലോം ഈ വിലയിരുത്തൽ നടത്തിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഉയർന്ന തീരുവ ചുമത്താൻ ശ്രമിച്ചപ്പോഴും പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച കടുത്ത നിലപാടുകളെ കണ്ടുപിടിക്കണം. പ്രസിഡന്റ് ട്രംപിന്റെ 4 ഫോൺ കോളുകൾ പോലും മോദി നിരസിച്ചു. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം സാമ്പത്തികമോ സൈനികമോ ആയ കാരണങ്ങളാൽ മാത്രമല്ല, വ്യക്തിപരവും ദേശീയവുമായ അഭിമാനം വ്രണപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ് പ്രധാനമായും ഉണ്ടായത്. ട്രംപിൽ നിന്നും വാക്കാലുള്ള ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും ഇന്ത്യ മാപ്പു പറയാൻ തിടുക്കം കാണിച്ചില്ലെന്നും പകരം ദേശീയ ബഹുമതി ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ഈ സമീപനം കഠിനമായി തോന്നാമെങ്കിലും ഇന്ത്യ ഒരു കീഴാള രാഷ്ട്രമായി കണക്കാക്കുന്നത് അംഗീകരിക്കില്ല എന്ന് വ്യക്തമായ സന്ദേശം നൽകി. ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലുണ്ടായ ബോംബാക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ സർക്കാർ നടത്തിയ തിടുക്കത്തിലുള്ള പ്രതികരണത്തെയും ഇസ്രായേലിന്റെ പക്വതയില്ലായ്മയായി മാത്രമേ കാണാൻ സാധിക്കൂ. അന്താരാഷ്ട്ര സമൂഹത്തെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതികരണങ്ങൾ സംഭവത്തെക്കുറിച്ചുള്ള അവരുടെ പരിഭ്രാന്തിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അമിതമായ സുതാര്യതയും ഉത്കണ്ഠയും പ്രകടിപ്പിക്കുന്ന പ്രവണത ഇസ്രായേൽ കാണിച്ചു. ഇത് ഹ്രസ്വകാല നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ദീർഘകാല തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് ദോഷകരമാണ്. സിവിലിയന്മാരുടെ കൊലപാതകത്തിന് ഭാഗികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തതിലൂടെ അന്താരാഷ്ട്ര നിയമത്തിൽ അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരു രാജ്യം അതിന്റെ ദേശീയ അഭിമാനം സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാലോം തന്റെ ലേഖനം അവസാനിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് ദേശീയ ബഹുമതിയിലെ ഒരു ആഡംബരമല്ല, മറിച്ച് ദൂരവ്യാപകമായ ഒരു തന്ത്രപരമായ ആസ്തിയാണെന്ന്. ഇസ്രായേൽ അതിന്റെ സ്ഥാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ലോകത്തിനു മുന്നിൽ ഉറച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കണം എന്നാണ്. അതിന് പിന്തുണയ്ക്കേണ്ടത് മോദിയുടെ പാതയെന്നാണ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച